സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വമ്പൻ തോൽവിയാണ് ടീം ഇന്ത്യ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് ടീമുകൾക്കെതിരെ മികച്ച വിജയം നേടിയെങ്കിൽ മാത്രമേ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വൻ മാർജിനുള്ള ഒരു തോൽവിയിലേക്ക് ടീം ഇന്ത്യ നീങ്ങിയ സാഹചര്യത്തിൽ ടീം കോമ്പിനേഷനിൽ ഉൾപ്പെടെ ടീം ഇന്ത്യക്ക് പറ്റിയ പിഴവുകളെ സസൂക്ഷ്മം തന്നെയാണ് ഇപ്പോൾ വിമർശകർ മുന്നിൽ കാണുന്നത്. ഇതിൽ തന്നെ സൂര്യകുമാർ യാദവ് ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കുമുള്ള പിന്തുണ അറിയിച്ചുള്ള പ്രസ് മീറ്റ് നടത്തിയിരുന്നു. 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട സാഹചര്യം ഓർത്ത് അവർ തിരിച്ചുവരുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന് മുൻപ് സൂര്യകുമാർ യാദവ് പ്രീ മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഒപ്പം ഇഷൻ കിഷനും ഇന്ന് വൻ പരാജയമായി മാറുന്ന കാഴ്ചയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കണ്ടത്. 15 റൺസ് അഭിഷേക് ശർമ്മ സ്കോർ ചെയ്തെങ്കിലും നന്നായി ബുദ്ധിമുട്ടി തന്നെയാണ് അദ്ദേഹം ഈ റൺസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ വാദത്തിൽ കഴമ്പില്ലെന്ന് ഒരിക്കൽ കൂടി ഇന്നത്തെ മത്സരത്തിലൂടെ വ്യക്തമാവുകയായിരുന്നു. അഭിഷേക് ശർമ്മ ഡക്കിൽ നിന്ന് മാറി അല്പം റൺസ് കണ്ടെത്തിയപ്പോൾ കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ നിന്ന് 106 റൺസ് നേടിയ തിലക് വർമ്മയുടെ പ്രകടനവും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഏകദിന ഫോർമാറ്റിലാണ് അദ്ദേഹം ടീം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ കൂടി പരാജയമായി മാറിയതോടുകൂടി മലയാളി താരം സഞ്ജു സാംസണ് ഈ ഒരു സ്ഥാനത്തേക്ക് അവസരം നൽകണമെന്നുള്ള ശക്തമായ വാദം ഉയരുന്നുണ്ട്. വെറും ഒരേ ഒരു മത്സരത്തിൽ മാത്രം ഫോമിലേക്ക് എത്തിയ റിങ്കു സിംഗിന്റെ പ്രകടനവും ഇന്ന് അദ്ദേഹത്തിന്റെ ഡക്കിലുള്ള പുറത്താകലും ഉൾപ്പെടെ ടീം കോമ്പിനേഷനുള്ള മാറ്റങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. കോച്ച് ഗൗതം ഗംഭീറിന്റെ ഒരു പ്രതികരണവും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ സംഭവിച്ച പിഴവുകളെല്ലാം തന്നെ തങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും അതിനനുസരിച്ച് ടീം കോമ്പിനേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാകുന്നു എന്നാണ് കോച്ചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ പറയുന്നത്. സഹപരിശീലകനായ റിയാൻടൺ ഡോഷാറ്റിയും സമാനമായ പ്രതികരണം മത്സരശേഷം നടത്തിയിരുന്നു. ബാറ്റിംഗിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തന്നെ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. പ്ലേയിങ് കോമ്പിനേഷനുകളിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും തങ്ങൾ വരുത്താനായി തയ്യാറാകുമെന്നും വരും മത്സരത്തിൽ സംഭവിച്ച എല്ലാ പിഴവുകളും തിരുത്തി ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നുമാണ് അദ്ദേഹം അല്പം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും പ്ലേയിങ് കോമ്പിനേഷനിലെ മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത സിംബാബ്വേക്കെതിരായ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ പ്ലേയിങ് കോമ്പിനേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ടീം ഇന്ത്യ വരുത്തേണ്ടതായി ഉള്ളത്?